അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ ഖുർആനിലെ വനിതകൾ, അവരുടെ പദവി, അവരുടെ മഹത്വം എന്ന് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വ ബീവിയെയും പരാമർശിച്ചതിനു ശേഷം ഖുർആനിൽ പരാമർശിക്കുന്ന അടുത്ത കുടുംബം അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഭാര്യയെയും അവരുടെ സമുദായത്തെയും കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ വളരെ സുന്ദരമായി തന്നെ വിശദീകരിക്കുന്നത് കാണാം. അവ്വലുർ റസൂൽ, ആദ്യ റസൂൽ, റിസാലത്ത് ലഭിച്ച ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള ഒരു വിശേഷണം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമുമായി വരിക, അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക, അവർ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലതര വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നതൊക്കെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഷിർക്ക് തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന പഠനങ്ങൾ നമുക്ക് ഇസ്ലാമിക് ചരിത്രത്തിൽ കാണാം. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു 9-10 ജനറേഷന്റെ വ്യത്യാസമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലവുമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബൈബിളിൽ ആ തരത്തിലുള്ള വിശദീകരണമാണ് ഉള്ളത്. ആ ഒരു കാലഘട്ടത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം, അതുപോലെ തന്നെ ആ സമൂഹം, ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിവിധ അനാചാരങ്ങൾ, വഴികേടുകൾ, അവർ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക അസമത്വം, ഇനീക്വാലിറ്റി, ഈ തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങളെയും ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുമ്പോൾ ഏത് സമൂഹത്തിലേക്കാണോ അയക്കുന്നത് ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇബാദത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ മനസ്സിലാക്കി കൊടുത്തിരുന്നത്. അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നതിന്റെ കൂടെ തന്നെ ആദം നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്തിലെ സാമൂഹ്യ അസമത്വത്തെയും കൈകാര്യം ചെയ്യുന്നത് കാണാം. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന പാപങ്ങളായ, ഒരുപക്ഷെ സമൂഹത്തിൽ താഴേക്കിടയിൽ എന്ന പേരിൽ മുദ്ര കുത്തപ്പെട്ട മനുഷ്യന്മാരെ, അവരെ നൂഹ് നബി അലൈഹി ഇസ്ലാം അകറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നൂഹ് നബിയുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്ന ഒരു വർത്തമാനം ഖുർആൻ പറയുന്നുണ്ട്. അറാദീൽ എന്ന രീതിയിലാണ് ഈ പറയുന്ന താഴെയുള്ളവരെ അവർ വിളിച്ചിരുന്നത്. നികൃഷ്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു ആശയത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം പവർഫുള്ളായ ഒരു പദപ്രയോഗമാണ് അവർ ഉപയോഗിച്ചിരുന്ന ഈ അറാദിയിൽ അല്ലെങ്കിൽ അർദലൂൻ എന്ന ആ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഈ മനുഷ്യന്മാരെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ എതിര് നിന്ന ആൾക്കാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മലഅ് എന്നുള്ള പദത്തിലൂടെയാണ്. മലഅ് എന്ന് വെച്ചാൽ പ്രമാണി വർഗം എന്ന രീതിയിൽ നമുക്കത് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു എലൈറ്റ് ക്ലബ്ബ് എന്ന രീതിയിലൊക്കെയും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദപ്രയോഗമാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ പരിചയപ്പെടുന്നതനുസരിച്ചിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്ത് സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെയും ഷിർക്കിനെതിരെയും അതുപോലുള്ള സാമൂഹിക അസമത്വവും അനാചാരങ്ങൾക്കെതിരെയും ഉള്ളതായിരുന്നു. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു എതിർപ്പുണ്ടായതായി ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ ആ എതിർപ്പിന് പ്രധാന ഒരു കണ്ണി എന്ന നിലയിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെയാണ് നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ 950-ലധികം വർഷം അദ്ദേഹം ദഅവത്ത് നടത്തുന്നു. അതിന്റെ അർത്ഥം അതിനേക്കാൾ കൂടുതൽ വർഷം അദ്ദേഹം ജീവിക്കുന്നു എന്നാണല്ലോ. ജീവിതത്തിന്റെ നിർണായക ഘട്ടം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ജീവിക്കുകയും, എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തെയും ദൗത്യത്തെയും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ധിക്കാരിയായി മാറുകയോ ചെയ്ത ഒരു സ്ത്രീയെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇതിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അവിടെയാണ് നമ്മുടെ ഈ ചർച്ച പ്രധാനമായി വരുന്നത്. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ഭാര്യയെ ബൈബിളിലും യഹൂദ, ക്രിസ്തീയ
ഗ്രന്ഥങ്ങളിലും കൂടെ പരിശുദ്ധ ഖുർആനിലും എങ്ങനെ അവലോകനം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ബൈബിളിൽ നമുക്ക് ആദ്യം ബൈബിളുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ നോക്കാം. ബൈബിളിൽ, അതായത് ഹീബ്രു ബൈബിൾ, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്, ജെനസിസിലാണ് ഇതിന്റെ കൂടുതൽ വിശദീകരണമുള്ളത്, ഉൽപ്പത്തിയിലാണ് ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഉള്ളത്. കാരണം അത് ആദം അലി ഇസ്ലാമിന്റെ ഒരു 10ാം ജനറേഷനിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പശ്ചാത്തലമുള്ളത്. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഴയ നിയമത്തിൽ എങ്ങും അവരുടെ ഒരു പേര് കാണുവാൻ നമുക്ക് സാധിക്കില്ല. 5ഓളം പ്രദേശങ്ങളിൽ ജെനസിസിൽ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. 6:18, 7:7, 7:13, 6:16, 6:8-18 എന്ന് പറയുന്ന ചാപ്റ്റർ അവരുടെ സൂക്തങ്ങളിലെല്ലാം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ കൂടെ തന്നെ ഖുർആനിന്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ബൈബിളിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഈ അദ്ദേഹത്തിന്റെ 3 മക്കളും ഷേമും ഹാമും യാഫേത്തും പങ്കുചേരുന്നു. ഈ മക്കളുടെ ഭാര്യമാരും പങ്കുചേരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ഒരു അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വരുന്നു എന്നാണ് ബൈബിളിലുള്ള ഒരു വിശദീകരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക ജനതയുടെ ഇനി വരാൻ പോകുന്ന എല്ലാ സമൂഹത്തിന്റെ തന്നെ ഒരു മാട്രിയാർക്കായി, ഒരു മാതാവ് എന്ന രീതിയിലാണ് നമുക്ക് ബൈബിളിൽ അല്ലെങ്കിൽ യഹൂദ സ്ക്രിപ്ചറുകളിലും ഒക്കെയും ഈ ഒരു തരത്തിലുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യഹൂദ സ്ക്രിപ്ചേഴ്സിൽ, പ്രത്യേകിച്ച് റബ്ബാനിക് കമന്ററികളിലുമെല്ലാം, ഈ മിദ്രഷ് എന്ന പേരാണ് അത് അറിയപ്പെടുന്നത്, അവിടെയൊക്കെയും ഈ സ്ത്രീക്ക് നാമ എന്ന പേരിൽ ആണ് വിളിക്കപ്പെടുന്നതെന്നാണ് ഒരു നിരീക്ഷണമുള്ളത്. അത് ജെനസിസിലെ 4:22 ഭാഗത്ത് ഒരു നാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അത് ലാമഹ് എന്ന് പറയുന്ന ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കെയ്ൻ എന്ന് പറയുന്ന മകനിന്റെ വംശപരമ്പരയിൽപ്പെട്ട ലാമഹിന്റെ മകളുടെ മകളും അതുപോലെ തന്നെ ആ ഒരു തലമുറയിലാണ് ഈ നാമത്തിനെ കണക്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം. അതല്ലാതെ വേറെ എങ്ങും ബൈബിളിൽ ഈ പറയുന്ന പരാമർശമില്ല. അപ്പോൾ ഈ വളരെ ചുരുക്കത്തിൽ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്, ബൈബിളിൽ നേരിട്ട് പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും നാമ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അത് ഒരുപക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാവാം. അവർ നല്ലൊരു സ്വഭാവമുള്ള, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാൾ എന്ന രീതിയിലാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. ഇതിനേക്കാളും അപ്പുറം മറ്റൊരു വിശദീകരണങ്ങളിലേക്ക് ബൈബിളിലോ അല്ലെങ്കിൽ ഈ യഹൂദ മറ്റുള്ള സ്ക്രിപ്ചറിലോ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രത്തിന്റെ രേഖ എന്ന രീതിയിലും ഇനി വരാൻ പോകുന്ന സമൂഹത്തിന്റെ ഒരു മാതാവ് എന്ന രീതിയിലും മാത്രമാണ് ബൈബിളുകളിലും ഈ പറയുന്ന രേഖകളിലും ചിത്രീകരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നേരെ ഇനി ഖുർആനിലേക്ക് വരാം. ഇതാണ് ബൈബിളുമായി ബന്ധപ്പെട്ട ചർച്ച. ഖുർആനിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്ത് തഹ്രീമിലെ 10ാമത്തെ ആയത്തിൽ വളരെ വിശദമായി തന്നെ ഈ സ്ത്രീയെ പ്രശ്നവൽക്കരിക്കുന്നത് നമുക്ക് കാണാം. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വ ഇംറഅത ലൂത്ത്. അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി കൊണ്ട് വിശദീകരിക്കുന്നത് നൂഹ് നബിയുടെയും ലൂത്ത് നബി അലൈഹി സ്വലാമയുടെയും ഭാര്യമാരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇവർ ഈ 2 പേരും നല്ലവരായ എന്റെ അടിമകളിൽപ്പെട്ട 2 പേരുടെ കീഴിലുള്ളവരായിരുന്നു, ഭാര്യമാരായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഈ 2 പേരും അവരെ വഞ്ചിച്ചു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈഅ, പിന്നെ അല്ലാഹു ഒന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല. വഖീല ദുഖല, അവരോട് 2 പേരോടും പറയപ്പെട്ടു, നിങ്ങൾ 2 പേരും പ്രവേശിക്കുക, അന്നാർ, നരകത്തിൽ, മാ ദാഖിലീൻ, അതായത് നരകത്തിൽ ആരൊക്കെ പോകുന്നു അവരുടെ കൂടെ നിങ്ങളും നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന ഒരായത്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ എന്ന രീതിയിലുള്ള പരാമർശം ഇവരെ കുറിച്ച് ഖുർആനിലുള്ളത്. വേറെ എല്ലായിടത്തും കുടുംബത്തിന്റെ വർത്തമാനം പറയുന്ന ഭാഗത്ത് അവരെ ഉൾപ്പെടുത്തുന്നതല്ലാതെ ഭാര്യ എന്ന നിലയിൽ ഒറ്റപ്പെടുത്തി വേറെ ഈ സ്ഥാനത്തല്ലാതെ സൂറത്ത് തഹ്രീമിലെ 10ാമത്തെ ആയത്തിലല്ലാതെ വേറെ പറയുന്ന നമുക്ക് കാണുവാൻ കഴിയില്ല. ഖുർആനിലും ഇവരുടെ പേര് പറയുന്നില്ല. എന്നാൽ നമ്മുടെ തഫ്സീറുകളിൽ അവർ ചില ഇസ്രായേലി സമൂഹത്തിൽ ബന്ധപ്പെട്ട
ഇസ്രായേലി ഹിസ്റ്റോറിക്കൽ നരേഷനിൽ നിന്ന് ലഭിച്ച ചില പേരുകൾ തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഒന്ന് വായില എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ്. അത് ഇബ്നു കസീറും ഇമാം തബരി അടക്കമുള്ള തഫ്സീറുകളിൽ നമുക്ക് കാണാം. അടുത്തത് വാഗില എന്ന് പറയുന്ന ഒരു പദത്തിന്റെ വായിലയാണോ വാഗിലയാണോ എന്ന തരത്തിൽ മുഫസ്സിറുകൾ തമ്മിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് പേരുകളുമാണ് തഫ്സീറുകളിൽ ഇവരുടെ പേരായി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിന്റെ ഇന്റർപ്രിട്ടേഷനുകളിൽ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടായിരുന്ന നാമ എന്ന് പറയുന്ന പദപ്രയോഗം നമുക്ക് ഇവിടെ ഈ തഫ്സീറുകളിൽ അധികം കാണുവാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനും ഈ സ്ത്രീയെ വിശദീകരിക്കുന്ന ഭാഗത്തും ഇവരുടെ ഒരു ഖാനത്താഹുമ ഫഖാനത്താഹുമ, അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ പ്രവാചകന്മാരെ വഞ്ചിച്ചു ചതിച്ചു എന്നുള്ള പദപ്രയോഗം, അത് ഖുർആൻ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് അത് ഒരിക്കലും എന്തല്ല, അതൊരു സ്വഭാവവുമായി ബന്ധപ്പെട്ടയോ അവരുടെ സ്വഭാവത്തിലുള്ള സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പകരം അവരുടെ വിശ്വാസത്തിലും ഈമാൻ അവരുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമുള്ള ചതിയും വഞ്ചനയുമാണ് ഇവിടെ ഖുർആൻ പരാമർശിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഖുർആൻ പല ഭാഗത്തും അവർക്ക് മജ്നൂൻ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിശദീകരിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം ഭാര്യ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ നാട്ടുകാർക്ക് മുമ്പിൽ എത്തിയത് എന്നൊക്കെ പറയുന്ന ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ചില തഫ്സീറുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ തരത്തിലുള്ള അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് സദാചാരവുമായി ബന്ധപ്പെട്ടതല്ല, പകരം വിശ്വസ്തതയിലും അതുപോലെ തന്നെ ആദർശവുമായി ബന്ധപ്പെട്ട ചതിയെയും വഞ്ചനയെ കുറിച്ചിട്ടാണ് പണ്ഡിതന്മാർ തന്നെ അവരുടെ സ്വഭാവത്തെ വിശകലനം ചെയ്യുമ്പോൾ പരാമർശിക്കുന്നത്. ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായ ചില ഭാഗങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അത് സൂറ ഹൂദിലെ 40-ാമത്തെ ആയത്തിൽ ഹത്താ ഇദാ ജാ അംറുനാ വഫാറത്ത് അന്നൂർ ഫഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇസ്നൈൻ വഅഹ്ലിക് ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ വമൻ ആമന വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ശിക്ഷ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, എല്ലാത്തിൽ നിന്നും ഓരോ ജീവിവർഗത്തിൽ നിന്നുമെല്ലാം 2 ഇണകളെ നിങ്ങൾ വെക്കുക, നിന്റെ കുടുംബത്തെയും കൂടെ കൊണ്ടുവരിക, എന്നാൽ വിശ്വസിക്കുന്നവരാരുണ്ടോ അവരെയും കൂടെ കൂട്ടുക എന്നൊക്കെ പറയുന്ന ആയത്തിൽ ആ കുടുംബം എന്ന് പറയുന്ന ഭാഗത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ഉൾപ്പെടുന്നോ ഇല്ലയോ എന്ന് പറയുന്ന ചർച്ചയുണ്ട്. കാരണം അവിടെ എന്തായാലും ആ കൂട്ടാൻ പറയുന്ന ഭാഗത്തെ കുടുംബം വരുന്നില്ല. കാരണം അവർ വഞ്ചന ചതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു എന്ന രീതിയിൽ വേറെയും ആയത്തിൽ നമുക്ക് കാണാം. സൂറത്തുൽ മുഅ്മിനൂനിലെ 27-ാമത്തെ ആയത്തിലും ഫൗഹന ഇലൈഹി അനിസ്ലാനൽ ഫലക ബിഅയ്നിനാ വഹീനാ ഇദാ ജാ അംറുനാ വഫാറത്ത് അന്നൂർ ഫസ്ലുക് ഫിഹാ മിൻ കുല്ലി സൗജൈൻ ഇസ്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ മിൻഹും. അതായത് ഇസ്ലാം ആശയം സ്വീകരിച്ച ആൾക്കാരെയാണ് നബിയെ താങ്കൾ കൂടെ കൂട്ടേണ്ടതെന്ന് പറയുന്ന ഒരു ആശയം ഇതിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അതിൽ നിന്ന് മുക്തനാക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് സൂറത്തുൽ അൻബിയയിലെ 76-ാമത്തെ ആയത്തിൽ നൂഹൻ ഇദാ നാദാ മിൻ ഖബ്ല ഫസ്തജബനാ ലഹു ഫനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. അദ്ദേഹത്തെ കുടുംബത്തെയും ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ വജഅൽനാ ദുർരിയതഹുമുൽ ബാഖൂൻ, അവിടെ അദ്ദേഹം പറയുന്നുണ്ട് അവസാനത്തെ ആയത്തിൽ സൂറത്തുൽ സാഫാത്തിലെ 77-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഫാമിലി അതുപോലെ തന്നെ മക്കൾ, ദുരിയത്ത് എന്ന് വെച്ചാൽ സന്താനം എന്നുള്ള അർത്ഥത്തിലാണ്, അവരെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. എന്നാൽ നേരത്തെ തന്നെ സത്യനിഷേധികളുടെ കൂടെ അവർ കൂടിയത് കൊണ്ട്, അത് നമ്മൾ നേരത്തെ സൂറ തഹ്രീമിലെ 10-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ സത്യനിഷേധികളുടെ ഒരു ഉദാഹരണമായി പറയുന്നത് കൊണ്ട് അവരത് ഉൾപ്പെടുത്താതെയും വിശ്വസിച്ച ഫാമിലി കുടുംബത്തിൽപ്പെട്ടവരെയും ബാക്കിയുള്ളവരെയും നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലിലേക്ക് ചേർക്കുകയും അങ്ങനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു പരോക്ഷമായ റെഫറൻസ് നമുക്ക് കാണാം. ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഖുർആനിൽ ഏറ്റവും സുന്ദരമായ ഒരു വിശദീകരണമാണ് ഇമ്രഅത്ത് സൗജി എന്ന് പറയുന്ന 2 പദങ്ങളുടെ വിശദീകരണം. അത് കാരണം ഇവിടെ ഇമ്രഅത്ത് നൂഹ് എന്ന രീതിയിലാണ് ഖുർആൻ ഉപയോഗിച്ച പദം. സൗജി എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഇണ തുണ എന്നുള്ള അർത്ഥത്തിലല്ല, പകരം ഇമ്രഅത്ത് എന്നുള്ള പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്.
കാരണം ഈ രണ്ട് പദവും സാധാരണ ഭാര്യ എന്ന പത്നി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്കാണ് വരുന്നതെങ്കിൽ പോലും ഇത് വളരെ ഭാഷാപരമായും മനഃശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായി തന്നെ വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള രണ്ട് പദങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കണക്ഷൻ, അവരുടെ കുടുംബജീവിതത്തിൽ ഒരു ബന്ധമില്ലായ്മ, ഒരു ഐക്യമില്ലായ്മ, ഒരു ഫിസിക്കലായിട്ടോ സ്പിരിച്വലായിട്ടോ ഒരു പൂർണ്ണമായ ബന്ധമില്ലായ്മയെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേണ്ടത്ര തരത്തിലുള്ള വിശ്വസ്തതയോ ഒരു കമ്മിറ്റ്മെന്റോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ തഹ്രീമിലെ 10-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അത് ഓതുമ്പോൾ ഇമ്രഅത്തു നൂഹ് ഇമ്രഅത്തു ലൂത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ രണ്ടുപേരും ഫഖാനത്താഹുമ, അല്ലാഹു തന്നെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുടെ സന്ദേശങ്ങളെ വഞ്ചിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂറത്തുൽ തഹ്രീമിലെ ഈ ആയത്തിൽ ഇമ്രഅത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരേ ആശയം ഷെയർ ചെയ്യാത്ത, ഒരു ലോയാലിറ്റിയും കമ്മിറ്റ്മെന്റും കാണിക്കാത്ത ഭാര്യമാരെ ഇമ്രഅത്ത് എന്നുള്ള പദം അല്ലാഹു ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറഔന്റെ ഭാര്യ നമ്മൾ ആസിയ എന്ന രീതിയിൽ മറ്റു രീതിയിൽ പഠിക്കാൻ പോകുന്ന സ്ത്രീയാണ്. അവരുടെ ഭാര്യയെ കുറിച്ച് പറയുന്ന ഭാഗത്തും ഇമ്രഅത്ത് ഫിറഔൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ, അതായത് ഫിറഔൻ എന്ന് പറയുന്ന മറ്റൊരു ആശയവും എന്ന രീതിയിൽ ഫിറൗന്റെ ആശയത്തെ സ്വീകരിക്കാത്ത ഒരാളെന്ന നിലയിൽ അവിടെ ഇമ്രഅത്ത് എന്നുള്ള പദമാണ് അള്ളാഹു അവിടെയും ഉപയോഗിക്കുന്നത്. അത് സൂറ തഹ്രീമിലെ 11-ാമത്തെ ആയത്തിൽ തന്നെയാണ് അതുള്ളത്. മറ്റൊരു വിഷയം, ഖുർആനിൽ ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം, വിവാഹം ഒരുപക്ഷെ സന്തോഷപരമായിരിക്കാം, എന്നാൽ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം ബയോളജിക്കലായി പർപ്പസ്, അതായത് ഒരു പുനരുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രശ്നമുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സ്ത്രീകളെയും അള്ളാഹു ഖുർആനിൽ ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കാണാം. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇമ്രഅത്തി ആഖിറൻ ഇന്നി ഖിഫ്തുൽ മവാലി മിൻ വറാഇ വകാനത് ഇമ്രഅത്തി ആഖിറൻ ഫഹബലി മിൻ ലദുൻക വലിയ. സൂറ മറിയമിലെ 5-ാമത്തെ ആയത്തിൽ അവിടെ സക്കരിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചവനെ എനിക്ക് ശേഷം എനിക്ക് മക്കൾ ഉണ്ടാവൂല എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. എന്റെ ഭാര്യ ആവട്ടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിയാത്ത സ്ത്രീയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു എനിക്ക് പറ്റിയ ഒരു പിൻഗാമി എനിക്ക് തരണമേ എന്ന് സക്കരിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നല്ല സമാധാനപരമായ സൗന്ദര്യപരമായ പ്രണയപൂർവമായ ജീവിതമാണെങ്കിൽ പോലും അവിടെ ആ ഒരു ഫെർട്ടിലിറ്റി ഇല്ല എന്ന തരത്തിൽ അവിടെ ആ സാഹചര്യത്തിൽ അള്ളാഹു ഇമ്രഅത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സാറയുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2ാം ഭാര്യ മറ്റൊരു ഭാര്യ സാറയുമായി ബന്ധപ്പെട്ട ഭാഗത്തിലും സൂറ ഹൂദിലെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത് ഫബശർനാഹാ ഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. 71-ാമത്തെ ആയത്തിൽ സൂറ ഹൂദിൽ അല്ലാഹു പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്ത്രീ അവിടെ നിൽക്കുകയായിരുന്നു, അപ്പോൾ അവർ ചിരിച്ചു. അതായത് ആ മലക്കുകൾ വന്നിട്ട് സന്തോഷവർത്താനം അറിയിക്കുമ്പോൾ, കുഞ്ഞുണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അള്ളാഹു അവർക്ക് സന്തോഷവർത്താനം നൽകും, നിങ്ങൾക്ക് ഇസ്ഹാഖിന് കുഞ്ഞുണ്ടാകും, ഇസ്ഹാഖിന് ശേഷം യാക്കൂബ് ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുഞ്ഞില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഖായിമത്ത് എന്ന് ഇമ്രഅത്ത് എന്ന് അള്ളാഹു ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമവർത്തമാനങ്ങൾ പറയുമ്പോൾ അവിടെ സ്പിരിച്വലി ആത്മീയപരമായോ യാതൊരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുന്ന ഭാഗത്തും സൂറത്തുൽ നിസായിൽ അങ്ങോളം ഇങ്ങോളം അള്ളാഹു ഇമ്രഅത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്കണക്ഷൻ, ഡിസ്ഹാർമണി, ഒരു സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ശരിയായ ഫിസിക്കൽ യൂണിയന്റെ ഒരു അനാസ്ഥ, ഒരു അഭാവം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിലെല്ലാം അള്ളാഹു ഖുർആനിൽ ഇമ്രഅത്ത് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ആ പദം തന്നെയാണ് ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഇമ്രഅത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. സൗജി എന്നുള്ള പദം അത് ഖുർആനിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി എല്ലാത്തിനുമുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഐക്യം, ഒരു പൂർണ്ണമായ സ്പിരിച്വൽ ബന്ധം, സൈക്കോളജിക്കൽ ഒരു മനഃശാസ്ത്രപരമായ ഒരു സമാധാനമായ ഒരു സാഹചര്യം,
ഒരു ജീവശാസ്ത്രപരമായി തന്നെ ബയോളജിക്കലായിട്ടുള്ള മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള എല്ലാത്തിനും ഒരു ഐക്യം ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു സൗജി എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഖുറാനിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഈ പദം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയുമല്ലോ. സൂറത്ത് റൂമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് 21-ാമത്തെ ആയത്തിൽ, വമിൻ ആയാതി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവിന്റെ ആയത്തുകൾപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിക്കുക എന്നത്. എന്തിനു വേണ്ടിയാണ്? ലി തസ്കുലു ഇലൈഹ, സമാധാനം അണയുവാൻ, വജഅല ബൈനക്കും മവദ്ദ, പ്രണയവും അഭിനിവേശവും ഉണ്ടാവുവാൻ, വറഹ്മത്തൻ, കാരുണ്യവും അനുഗ്രഹവുമായി മാറുവാൻ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ആയാത്തുകളിൽ ചിന്തിക്കുന്ന ജനതകൾക്ക് തെളിവുകളുണ്ട് എന്ന് അള്ളാഹ് പറയുന്നു. അവിടെ ഇണകളെ കുറിച്ച് പ്രണയവും കാരുണ്യവും സമാധാനവും അണയാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള ആ ഒരു ഇണ തുണയെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന സൗജി എന്നുള്ള പദപ്രയോഗമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സക്കരിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സക്കരിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മക്കളില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇമ്രഅത്ത് എന്നാണ് പറഞ്ഞതെങ്കിൽ, എന്നാൽ മക്കളുള്ള സാഹചര്യം പറയുന്ന ആ സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗജി എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കാണാം. സൂറ അംബിയയിലെ 90-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. ഫസ്തജബ്നാ ലഹു, നാം സക്കരിയ അലൈഹി ഇസ്ലാമിന് മറുപടി നൽകി. വഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് നാം യഹ്യയെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ സൗജിനെ, ഇണയെ നാം നന്നാക്കി, അവർക്ക് ഒരു ഇസ്ലാഹ് നടത്തി നന്നാക്കി നന്മയാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നോക്കുക, കുഞ്ഞ് ജനിച്ച സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു സൗജി എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ സ്ത്രീ, നമ്മൾ നേരത്തെ പഠിച്ച ഹവ്വാ ബീവിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും സൗജി എന്നുള്ള പദം തന്നെയാണ്. സൂറ ബഖറയിലെ 35-ാമത്തെ ആയത്തിൽ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക. വഖുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ വേണ്ടത്രോളം ഭക്ഷണം കഴിക്കാം. വലാ തഖ്റബാ ഹാദി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ, അതിനെ ഈ വൃക്ഷത്തോട് അടുക്കരുത്, നിങ്ങൾ രണ്ടുപേരും വാലിമ്, അതിക്രമം പ്രവർത്തിക്കുന്നവരായി മാറും എന്നുള്ള പറയുന്നത്. ഈ വിഷയം നമ്മൾ സംസാരിച്ചതാണ്. അവിടെയും ഒരു സമ്പൂർണമായ ഇണയെ പരാമർശിക്കുവാൻ അള്ളാഹു സൗജി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഭാഗത്തെല്ലാം സൗജത്ത് എന്നുള്ള പദമല്ല ഉപയോഗിക്കുന്നത്. സൗജത്ത് എന്ന് നമ്മൾ പിന്നീട് അറബി ഭാഷയിൽ ആണിനും ഇണയ്ക്കും തുണയ്ക്കും ഭാര്യ ഭർത്താവിനും വേണ്ടി സൗജ് എന്നത് മസ്കുലിനായും സൗജത്ത് എന്നത് ഫെമിനിൻ എന്നായും വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ആ സൗജ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ഈ ഇണ തുണ എന്ന് പറയുന്നത് അവിടെ ഒരു ഫെമിനിറ്റിയോ മസ്കുലിറ്റിയോ കണക്ട് ചെയ്യാതെ സൗജി എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നതാണ് ഖുർആന്റെ സുന്ദരമായ രീതി എന്ന് നമുക്ക് കാണാം. ആ ഒരു ഡിഫറൻസ് പോലും അള്ളാഹു അവിടെ കാണുന്നില്ല എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പൊ സൗജി എന്ന് എന്തുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ അള്ളാഹു വിശദീകരിക്കാതിരിക്കാൻ കാരണമെന്നാൽ, ആശയപരമായ പ്രത്യശാസ്ത്രപരമായ വിശ്വാസപരമായ അതിലൂടെ ഉണ്ടാവേണ്ട അദബിന്റെയും സ്വഭാവത്തിന്റെയും ഒരു ഐക്യം ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും ആ സ്ത്രീക്ക് ലഭിച്ചില്ല എന്നത് കൊണ്ടാണ് ഇമ്രഅത്ത് എന്നുള്ള പദം അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ ടോട്ടൽ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു സ്പിരിച്വൽ അക്കൗണ്ടബിലിറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീക്ക്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയ്ക്ക് അബ്സല്യൂട്ട് ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ സോൾ, ഒരു ആത്മാവിന്റെ ഒരു വ്യക്തിഗതമായ ഒരു സ്വാതന്ത്ര്യം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യതിരിക്തത പരിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. കാരണം മുൻകാലത്ത് ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ, ഒരാണായാലും പെണ്ണായാലും അവർ ജീവിച്ചിരിക്കുന്ന ഗോത്രം, അവരുടെ ഹസ്ബൻഡ്, അവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ ആണുങ്ങളായ കുടുംബ മെമ്പർമാരിലേക്ക്, അംഗങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ സ്ത്രീയെ മുൻകാലത്ത് വിശദീകരിച്ചത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നുമല്ലാതെ അവരുടെ ഒരു എൻറ്റിറ്റിയെ പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ കൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരാൾക്ക് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത് അയാൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. ഒരു തരത്തിലുമുള്ള ഒരു കുടുംബ ബന്ധം, അത് എത്ര വലിയ നബിയാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഒരേ കുടുംബത്തിൽ ജീവിച്ചതാണെങ്കിൽ പോലും
അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങളും കറാമത്തുകളും മോചിതത്വം ലഭിച്ചാണെങ്കിൽ പോലും അത് ആ കുടുംബത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതിന്റെ ഒരു പാഠം നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചിന്തയിൽ തത്വചിന്തയിലും എല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസം അനന്തരമെടുക്കാൻ കഴിയുന്നതല്ല. കല്യാണങ്ങളിലൂടെ ഒരു വിശ്വാസം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയില്ല. അത് കാരണം ഓരോ മനുഷ്യനും അവരുടെ ഇൻഡിപെൻഡന്റ് മോറൽ ഏജന്റായി അള്ളാഹുവിന്റെ മുമ്പിൽ മാറുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ചിന്ത. അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിന്റെ ഈ ഫിലോസഫിയില് അല്ലെങ്കിൽ ജ്ഞാനശാസ്ത്രത്തിലെല്ലാം ഫെയ്ത്തിനെ, വിശ്വാസത്തെ ഒരു മുഴുവൻ ഇന്റേണൽ കണക്ഷനും അതുപോലെ തന്നെ ഒരാളുടെ ആന്തരികവും ബാഹ്യമായുള്ള സമ്പൂർണമായ സമർപ്പണത്തിലേക്കാണ് ഇതിനെ, ഫെയ്ത്തിലെ വിശ്വാസത്തെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ജീവിച്ചു എന്നതിനേക്കാളും അപ്പുറം എത്രത്തോളം ആ വിശ്വാസത്തെ ജീവിതത്തിൽ പുലർത്തി അത് ഏറ്റെടുത്തു എന്നതും കൂടി കണക്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇവരുടെ വിശ്വാസത്തിലൂടെ നമ്മെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഖുർആനും ബൈബിളും തമ്മിൽ വേർതിരിയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഷാപരമായ പ്രത്യേകതയെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇമ്രഅത്ത് സൗജ് എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം പോലും പരിശുദ്ധ ഖുർആൻ ഇത്രയും സൂക്ഷ്മമായി ഉപയോഗിക്കാൻ കാരണം അതിന്റെ ഉള്ളിലുള്ള ഒരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിവാഹം എന്നത് ഒരു മനുഷ്യനെ രണ്ടു പേർ തമ്മിൽ ഫിസിക്കലി കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നാൽ പോലും ആ ഒരു വിവാഹത്തിലൂടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക എന്നത് അസാധ്യമാണ്. അത് നേടിയെടുക്കുക തന്നെ വേണം എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റിൽ സൗജ്, സിവാജ് അല്ലെങ്കിൽ ഇസ്തിവാജ് എന്നൊക്കെ രീതിയിലാണ് വിവാഹം എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു കംപ്ലീറ്റ് ആയ പൂർണ്ണമായ പ്രണയവും ഒരു തരത്തിലുള്ള പങ്കാളിത്തവുമാണ് ഇസ്ലാമിൽ വിവാഹത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗജായി മാറുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളോട് പറയുന്നത്. അതായത് പരസ്പരം സൗജായി മാറുക, പരസ്പരം ശരീരത്തെയും അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തെയും അഭൗതിക ജീവിതത്തെയും പരസ്പരം കോർത്തിണക്കാൻ പറ്റുന്ന, പരസ്പരം പൂരകമായി മാറുക എന്ന രീതിയിലാണ് ഇസ്ലാമില് സിവാജിനെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സൗജിയത ഒരു കൺസെപ്റ്റിനെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമപരമായ ലീഗൽ കോൺട്രാക്റ്റിലൂടെ മാത്രം ഒതുങ്ങുന്നതിനെ ഇസ്ലാമിൽ ഒരു ഇണക്കവുമായി, വിവാഹവുമായി മനസ്സിലാക്കുന്നില്ല എന്നതും കൂടി ഈ ഒരു വിഷയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയം, എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആശയം കൂടി ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കൂടെ ജീവിച്ചു, എത്രത്തോളം നമ്മൾ ഒരാളുടെ മുമ്പിൽ സത്യം പറഞ്ഞു, ആ സത്യം പറഞ്ഞിട്ടും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തെ ഖുർആൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? 950 വർഷത്തിലധികം ദഅവത്ത് പ്രബോധനം നടത്തിയെന്നാണ്. അദ്ദേഹത്തിന്റെ അക്കാലത്ത് വരെയുള്ള പ്രബോധനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രധാനപ്പെട്ട ഓഡിയൻസായി മാറുന്നുണ്ടാവുമെന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ഇത്രയും കാലം തന്റെ കൂടെ ജീവിച്ച ഭാര്യയെ പോലും ഇസ്ലാം സ്വീകരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തെ പരാജയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അത് പരാജയം അല്ല എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പരാജയപ്പെടുന്നത് ആരാണ്? ആ ഓഡിയൻസ് ആണ് പരാജയപ്പെടുന്നത്. കാരണം എന്താണ്? അവർക്കാണ് ഹിദായത്ത് ലഭിക്കാതെ പോകുന്നത്. ഇത്രയും കാലം ദാവത്ത് നടത്തിയതിന്റെ പുണ്യമാർക്കാണ് ലഭിക്കുന്നത്? അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശയം, വിജയം എന്ന് പറയുന്നത് റിസൾട്ടിനെ നോക്കിയിട്ടല്ല എന്നൊരു പാഠം നമുക്ക് ഇതിലൂടെ പഠിപ്പിക്കുന്നു. ഹിദായത്ത് എന്നത് അള്ളാഹുവിന് തരാൻ കഴിയുന്നതാണ്, അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഒരു നബിക്ക് അത് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ഇത്ര കാലം ദാവത്ത് നടത്തിയിട്ടും നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ദാവത്ത് ഹിദായത്ത് കൊടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? കാരണം അത് ഒരു മനുഷ്യനല്ല. കാരണം ഒരു നബി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് അത് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. പകരം അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്നൊരാശയം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് ബൈബിൾ, ഖുർആൻ ഈ വിഷയത്തെ കാണുന്നതെന്ന് ചുരുക്കി പറയാൻ പറ്റും. ബൈബിൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു പ്രിസർവേഷന്റെ ഒരു കവനന്റൽ ഒരു കണക്ഷൻ എന്ന രീതിയിലാണ്.
ഒരു ഹിസ്റ്ററിയുടെ ഒരു കണ്ണി എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഖുർആൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയും അതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്ന ഒരു ടൈംലെസ് ആയ, സമയത്തിന് അതീതമായ ഒരു ധാർമ്മികതയുടെ, ഒരു ആത്മീയതയുടെ, ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു കണക്ഷൻ എന്ന നിലയിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ഖുർആൻ വിശദീകരിക്കുന്നത്. നോക്കുക, ബിബ്ലിക്കൽ നരേഷനിലുള്ള അവർ കപ്പലിൽ കയറുകയും അങ്ങനെ അതിന് രക്ഷപ്പെടുകയും പിന്നീട് വീണ്ടും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ റീപോപ്പുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതായി ജനസിസിൽ പരാമർശിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ അവർ അള്ളാഹുവിന്റെ ദഅവത്തിനെ തള്ളിക്കളയുന്നു, അവിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു. അതിന്റെ പേരിൽ സൂറത്ത് തഹ്രീമിൽ പറയുന്നത് പോലെ തന്നെ അവർ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈബിളിൽ ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് എന്ന രീതിയിൽ പറയുന്നത് അള്ളാഹുവിന്റെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ ഭാഗമായി മാറുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ദൈവികമായ ഒരു സുരക്ഷ അവർക്ക് ലഭിച്ചു എന്ന രീതിയിലാണ് പരാമർശിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രവാചക ദൗത്യത്തെ എതിർക്കുകയും അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ തള്ളിക്കളയുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ബൈബിളിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ പറയുന്നത് ഇനി വരാൻ പോകുന്ന ഈ പ്രളയാനന്തര മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനും ഉമ്മയായും ചിത്രീകരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. കാരണം അവരുടെ കൂടെ തന്നെ തന്റെ മൂന്ന് മക്കളുടെയും ഭാര്യമാരെയും ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ അവർ മുഴുവൻ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ ധിക്കാരത്തിന്റെയും കുഫറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കലായ, ആത്മീയമായ ഒരു ഉദാഹരണം എന്ന രീതിയിൽ ബാക്കിയാക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് വ്യത്യസ്തമായ വിശദീകരണം നമുക്ക് ഖുർആനിലും ബൈബിളിലും കാണാം. എന്തുകൊണ്ടാണ് ഈ കഥ വേർതിരിയുന്നത്? കാരണം ഈ രണ്ട് അക്കൗണ്ടുകൾ ഒരു ആക്സിഡന്റലായി ഉണ്ടായതല്ല, ആകസ്മികമായി ഉണ്ടായതല്ല. അത് വളരെ നിർണിതമായ, നിയതമായ ഉദ്ദേശശുദ്ധി അതിന്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഒരു കവനന്റ് നിയമവുമായി ബന്ധപ്പെട്ടും അവരൊരു രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തിന്റെ വളർച്ചയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ജനസിസിലും അതുമായി എല്ലാ കാര്യങ്ങളിലും ആ ഒരു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബവും ആ കുടുംബത്തിന്റെ ഒരു സംരക്ഷയും ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന കവനന്റ് നിയമങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ജനസിസിലൊക്കെയും അത് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അത് ജനസിസിലെ 6-18 ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നതായി കാണുന്നുണ്ട്. അതായത് നാം നിന്റെ ഒപ്പം, നൂഹ് നബി അലൈഹി ഇസ്ലാമിനോടാണ് പറയണത്, നിന്നോടൊപ്പം എന്റെ കവനന്റ്, എന്റെ നിയമം സ്ഥാപിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ആ കപ്പലിൽ കയറും, നീയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ മക്കളുടെ ഭാര്യമാരും അതിന്റെ കൂടെ ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒരു ചട്ട നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പ്രോക്രിയേഷന്റെ, ഒരു പുനരുൽപാദനത്തിന്റെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയുടെ ഒരു സംരക്ഷണം എന്ന രീതിയിലാണ് ഇവിടെ അവരുടെ ഒരു മാട്രിയാർക്കായി ഒരു കേന്ദ്രീകൃത അമ്മ എന്ന തരത്തിലാണ് ബൈബിളിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രളയാനന്തര ലോകത്തെ ഒരു പുതിയ ഏദൻ, അതായത് അതിന് സ്വർഗം എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം പോലും ബിബ്ലിക്കൽ നരേഷന്റെ ഭാഗമായി നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇതിനെ കാണുന്നത് മറ്റു തരത്തിലാണ്. ഒരു അബ്സല്യൂട്ട് വ്യക്തിഗതമായ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടാണ്, അക്കൗണ്ടബിലിറ്റിയെ എന്ന തരത്തിലാണ് ഈ കഥയെ ഖുർആൻ വിശദീകരിക്കുന്നത്. ഖുർആൻ ഇതിലേക്ക് സിസ്റ്റമാറ്റിക്കലായി ഒരു അപനിർമ്മിക്കുന്നുണ്ട്. അവിടെ ട്രൈബൽ, കുടുംബപരമായോ ഗോത്രപരമായോ വിവാഹപരമായോ തരത്തിലുള്ള ഏതൊരു ബന്ധം പോലും അതെന്തല്ല, അത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ പ്രാധാന്യമുള്ളതല്ല. കാരണം ഇന്നാക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ആദരിക്കപ്പെടുന്നത് ആരാണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, സൂക്ഷ്മത ജാഗ്രത പുലർത്തുന്നത് അവരാണ് എന്ന തരത്തിലുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ ബന്ധം, ഗോത്രബന്ധം, വിവാഹബന്ധം ഒന്നും അള്ളാഹുവിന്റെ മുമ്പിൽ അതൊരു വിഷയമേ അല്ല എന്ന രീതിയിൽ നമുക്ക് ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറ തഹ്രീമിലാണ് ഈ വിഷയം സംസാരിക്കുന്നത്.
സൂറ തഹ്രീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ കാലത്തെ സഹാബി വനിതകളോടും എല്ലാവരോടും ആണുങ്ങളോടും പെണ്ണുങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വാണിംഗ് ചെയ്യുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ഭാഗത്താണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആവരുത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള ഒരു മുഴുവൻ കമ്മ്യൂണിറ്റിക്കുമുള്ള ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഇത് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിജയം, ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും അള്ളാഹു കൊടുക്കുന്ന അവരുടെ ഒരു ഫ്രീ വില്ലുണ്ടല്ലോ, തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ, അതിനുള്ള ഒരു പരീക്ഷണം എന്ന രീതിയിലും കൂടിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇതിനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉൽപ്പത്തി പുസ്തകം ഒരു ചരിത്രത്തിന്റെ ക്രോണിക്കിൾ എന്ന നിലയിൽ അവരുടെ ലീനേജുകളും പേരുകളും അവരുടെ പര്യടനങ്ങളും പലായനങ്ങളും എല്ലാം വിശദീകരിക്കുന്ന രീതിയിലാണ് ഇതിനെ ഈ സംഭവങ്ങൾ പരാമർശിക്കുന്നത്. ഒരു ക്രോണിക്കിളിന്റെ ഒരു വിശകലന രീതിയാണ് നമുക്ക് ജെനസിസിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് അനിവാര്യമായ ഒരു ഘടകം എന്ന നിലയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഭാര്യയെ വിശദീകരിക്കുന്നത് ഒരു മോറൽ മിറർ, അതായത് ഒരു ധാർമ്മികതയുടെ ദർപ്പണം, ഒരു കണ്ണാടി എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. ഖുർആൻ ഈ തരത്തിലുള്ള ക്രോണോളജിക്കൽ ചരിത്രം അങ്ങനെ വിശദമായി പറയാറില്ല. ഖുർആൻ ഏത് ഭാഗത്ത് എന്താണോ ധാർമ്മികമായും സാമൂഹികമായും അദബിന്റെ വിഷയത്തിലും അനിവാര്യമുണ്ടോ ആ ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഥകളും സംഭവ കഥകളും ചേർത്ത് പറയാറ്. അതുകൊണ്ട് തന്നെ സൂറ തഹ്രീമിലെ ഈ 10-11 ആയത്തുകളിൽ ആ തരത്തിലുള്ള ഒരു അദബിന്റെയും പെർഫെക്റ്റ് ആയ സ്പിരിച്വൽ ബന്ധത്തെ വിശദീകരിക്കുന്ന ഭാഗത്താണ്, കുടുംബ ബന്ധത്തെയും ദാമ്പത്യ ബന്ധത്തെയും വിശദീകരിക്കുന്ന ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈബിളിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ പരാമർശിക്കുന്നത് അവരുടെ ഒരു ഫാമിലിയുമായും ഒരു കുടുംബത്തിന്റെ പുനരേകോപനവുമായി ബന്ധപ്പെട്ട, ലോക മനുഷ്യന്മാരുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ ഇവരെ പരാമർശിക്കുന്നത് അള്ളാഹുമായും മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ധാർമ്മികതയും വിശ്വാസവും വിശ്വസ്തതയും ആദർശവും ഭക്തിയും അനുസരണം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ പരാമർശിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വ്യത്യസ്ത രീതികളിലൂടെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഖുർആനിലും ബൈബിളിലും വിശദീകരിക്കപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.